ഹലോ, ഗുഡ് മോർണിംഗ്. എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ നമ്മള് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോ ചൊവ്വാഴ്ചയാണ് കേട്ടാ. ചൊവ്വാഴ്ചയാണ്, 27-ാം തീയതിയാണ് കേട്ടാ. ഇപ്പൊ സമയം 6:15 ഇപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. മഴയൊക്കെയാണ്, അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുക. അപ്പൊ നമ്മള് രാവിലെ ഒരു 6:15 ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് യാത്രയും റാപ്പിഡോയാണ് നിലവിൽ ഓണാക്കിയിട്ടേക്കുന്നത്. യൂബർ ഓണാക്കിയിട്ടിട്ടില്ല. നമുക്ക് CNG ഇച്ചിരി കുറവാണ്. അപ്പൊ CNG അടിച്ച് ഫില്ലാക്കിയിട്ട് നമുക്ക് യൂബർ ഓണാക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ ചെറിയ 7 തൊട്ട് 10 മണി വരെ ചെറിയൊരു സ്ട്രൈക്ക് നടത്തിയായിരുന്നു. അതുകൊണ്ട് പിന്നെ 10 മണി കഴിഞ്ഞിട്ടാണ് വണ്ടി ഇറങ്ങിയത് കേട്ടാ. എന്തായാലും കുഴപ്പമില്ലായിരുന്നു. ഇന്നിപ്പോ നമ്മള് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോ സ്ട്രൈക്കൊന്നും ഇല്ല. രാവിലെ 6:15 തന്നെ നമ്മൾ ഓൺലൈൻ ആയിട്ടുണ്ട്. യൂബർ ഓൺലൈൻ ആയിട്ടില്ല, റാപ്പിഡോയും യാത്രയും ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് CNG അടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. വഴികളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, വെള്ളം കയറി കിടക്കാണോ എന്നറിയില്ല. ഇനിയിപ്പോ അങ്ങോട്ട് മിക്ക ഇട റോഡും വെള്ളമായിരിക്കും. എന്തായാലും നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. CNG അടിച്ചിട്ട് വരുന്നവരുമാണ് തോന്നുന്നു ഈ വരുന്നതൊക്കെ. ₹1000 ചാർജ് ചെയ്തു. ₹1000 ചാർജ് ചെയ്ത് കഴിഞ്ഞാല് 20,000 ട്രിപ്പ് ലഭിക്കും എന്നാ പറയുന്നത്. ഏതായാലും നമുക്ക് 10,000 ട്രിപ്പ് ആയി കേട്ടോ. 10,631 ട്രിപ്പായി. പിന്നെ ബാക്കിയും കൂടെ ഓടിയെടുത്താൽ മതി. ₹1000 ചാർജ് ചെയ്തു. ₹1000 ചാർജ് ചെയ്തപ്പോൾ 20,000. ഇനി 20,000-ന് ഒരു 9,400 ട്രിപ്പ് കൂടെ ഉണ്ട് കേട്ടാ. ഏതായാലും നമുക്ക് നോക്കാം ഇവന്മാരെന്താ കാണിക്കുന്നതെന്ന് നോക്കി. ഒരുത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാനൊരു മനസ്സില്ല. ഒരാളുടെ റിവേഴ്സ് ഇറങ്ങി ഒതുക്കുക ചെയ്താ മതി. അവിടെ ഇട്ട് ഉരുട്ടിക്കളിക്കുക. അപ്പൊ നമ്മള് CNG ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ടാ നമ്മള് കുണ്ടന്നൂര് പോയി കിടക്കാം. അവിടെ പോയി ചായ ഒക്കെ കുടിച്ച് റെഡി ആയിട്ട് നിൽക്കാം. ഓക്കെ, നമ്മളിപ്പോ CNG പമ്പിൽ നിന്ന് ഗ്യാസ് ഒക്കെ അടിച്ച് പുറത്തോട്ട് ഇറങ്ങി. ഗ്യാസ് അടിച്ച് 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. ഓക്കെ, അപ്പൊ നമുക്കിനി ഓൺലൈനിൽ കയറാട്ടാ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടാ. വടുതലക്കാണ് കേട്ടാ. നെട്ടൂരിൽ നിന്നാണ്. ഒരു 11 മിനിറ്റ് കാണിക്കുന്നത്. രാവിലെ വണ്ടി കുറവായതുകൊണ്ട് വരുന്ന വണ്ടിയൊക്കെ ചീർപ്പാഞ്ഞാ വരുന്നത്. ഇവിടുന്ന് കാണിക്കുന്ന 11 കിലോമീറ്റർ ആണെങ്കിൽ പോലും നമുക്ക് ഇവിടുന്ന് ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അതിലെ ചാടി കയറി പോവാം. അപ്പൊ ഇത് അതില് നെട്ടൂര് വഴി കറങ്ങി വരുന്ന തന്നെ ദൂരം കാണിക്കുന്നത്. ഇവിടുന്ന് 2 കിലോമീറ്റർ ആണ് ശരിക്കും ഉള്ളത്. അപ്പൊ ഏതായാലും നമുക്ക് ഈ ട്രിപ്പ് എടുക്കാം. ഒരു അഭിനവാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. അഭിനവിനെ നമുക്ക് വടുതല എത്തിക്കാം. ഓക്കെ, മാച്ച് ട്രിപ്പായിട്ടാണ് കേട്ടോ വന്നേ. ചായ കുടിക്കാന്ന് ഓർത്ത് നിന്നപ്പോഴത്തേക്കും മഴ പെയ്തു. നമ്മള് വണ്ടിയിൽ കുട എടുത്തിട്ടില്ല. നമ്മള് യൂബർ ഓണാക്കി ഒരു 15 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് ട്രിപ്പ് അടിച്ചേട്ടാ. ഫസ്റ്റ് ട്രിപ്പ് തന്നെ നമ്മൾ എടുക്കുകയും ചെയ്തു.
അപ്പൊ ഗൈസ് നമ്മുടെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടോ. നമ്മളിപ്പോ വടുതല റെയിൽവേ ഗേറ്റിന്റെ ആ ഭാഗത്താണ് കേട്ടോ ഉള്ളത്. നമ്മൾ ആളെ ഇറക്കി. നമുക്ക് ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ആദ്യത്തെ ട്രിപ്പാണ് നമ്മുടെ. 15 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ട്രിപ്പ് ഭയങ്കര നഷ്ടമായിപ്പോയി. 15 കിലോമീറ്റർ പോയിട്ട് 236 രൂപയാണ് നമുക്ക് ലഭിച്ചത്. അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. അടുത്ത ട്രിപ്പ് അടിക്കും എന്നുള്ള പ്രതീക്ഷയില് യൂബറും റാപ്പിഡോയും ഒക്കെ ഓണാക്കിയിട്ടൊക്കെയാണ് കേട്ടോ. എല്ലാം ഓണാണ്. നോക്കാം. ഇന്നലത്തെ സമരം കൊണ്ടൊന്നും ആയിട്ടില്ല. വീണ്ടും കീഴോട്ട് പോവാന്ന്. അല്ല 15 കിലോമീറ്റർ പോയിട്ട് 236 രൂപ കിട്ടിയത്. ഇത് 15 കിലോമീറ്റർ 270 രൂപ. തൃപ്പൂണിത്തറയാണ്. എന്തിപ്പോ ഉണ്ടായിരുന്നെങ്കിലാട്ടെ. 15 കിലോമീറ്ററിന് 270 രൂപ. നമുക്ക് ആയാലും പോയി പിക്ക് ചെയ്യാം. ഈ ട്രിപ്പ് കൂടെ കഴിഞ്ഞിട്ട് യൂബർ ഓഫ് ആക്കുക കേട്ടോ. കാരണം നഷ്ടക്കച്ചവടമാണ്. കാരണം 15 കിലോമീറ്റർ പോയിട്ട് 270 രൂപ. 270 രൂപയില് 40 രൂപ അതിലെടുക്കും. നമുക്ക് 230 രൂപ കിട്ടുള്ളൂ. ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ 270 രൂപ കാണിച്ചേ. പക്ഷെ അതിനകത്ത് കമ്മീഷൻ കഴിഞ്ഞിട്ട് 236 രൂപ നമുക്ക് ലഭിച്ച 15 കിലോമീറ്റർ. ഇവരിങ്ങനെ ആളെ കൊല്ലാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓടുന്നതിൽ എന്തെങ്കിലും ഒരു മെച്ചം വേണ്ടേ? അപ്പൊ നമ്മള് കരിങ്ങാത്തറന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മളിവിടെ യൂബറിലാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ നമുക്ക് നഷ്ടമായി പോയി. നമുക്കും അത് ഈ പറഞ്ഞ പോലെ 15 കിലോമീറ്റർ പോയിട്ട് നമുക്ക് 230 രൂപയാണ് കേട്ടോ ലഭിച്ചത്. 236 രൂപ. അപ്പൊ 30 കിലോമീറ്റർ പോയിട്ട് 470 രൂപയാണ് നമുക്ക് ലഭിച്ചത്. 30 കിലോമീറ്റർ ഓടിയിട്ട്. അതുകൊണ്ട് നമ്മൾ യൂബർ അങ്ങോട്ട് ഓഫാക്കി വെച്ചു. യൂബർ ഓഫാക്കി വെച്ചിട്ട് ഒല എടുത്ത് ചാർജ് ചെയ്തു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് ഒലയിലൊരു ട്രിപ്പ് അടിച്ചു കേട്ടാ. പുല്ലേപ്പടി എന്നും പറഞ്ഞാ വന്നേ. അപ്പൊ നമ്മളത് എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടാ. നമ്മൾ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അല്ല എന്ത് ചെയ്യൂന്ന് പറയും. 15 കിലോമീറ്ററിന് 280 ഒക്കെ തന്നോണ്ടിരുന്നതാണ്. 280 290 ഒക്കെ തന്നോണ്ടിരുന്നതാണ്. ഇപ്പൊ വന്ന് അത് 236 രൂപയായി. എങ്ങനെ മുതലാകുമെന്ന് പറ. രാവിലെ 15 30 കിലോമീറ്റർ ഓടിയിട്ട് കിട്ടിയതാണ് 475 രൂപ. അതുകൊണ്ട് യൂബർ അങ്ങോട്ട് കെട്ടിപ്പൂട്ടി പാകത്ത് വെച്ചു. എന്നിട്ട് യാത്രി റാപ്പിഡോ ഓല ഇവ 3 എടുത്തിട്ട് പിടക്കുകയാണ്. അപ്പൊ നമ്മള് ഒരു ദിവസത്തേക്കാണ് ഓല ചാർജ് ചെയ്തേക്കുന്നത്. ഓല ചാർജ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചു. നമ്മളത് എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു സിമിയാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഒലെന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു 5% കമ്മീഷൻ. ഇപ്പൊ 191 കാണിച്ചെങ്കിൽ ഒരു 180 രൂപ നമുക്ക് ലഭിക്കും. എന്ത് കഷ്ടമെന്ന് വെക്കണം. യൂബറിന്റെ കമ്മീഷനിൽ യാതൊരു കുറവുമില്ല. പക്ഷെ ഡ്രൈവറെ എങ്ങനെയൊക്കെ പിഴിയാവോ അതുപോലൊക്കെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. യൂബറിലോട്ട് ആളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന റേറ്റ് തീരെ കുറച്ച് കസ്റ്റമറെ കൂട്ടുകയാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ആരും യൂബർ യൂസ് ചെയ്യരുത്. എന്നാലേ പഠിക്കൂ. വണ്ടി ഉണ്ടെങ്കിലല്ലേ ബുക്ക് ചെയ്തിട്ട് ആൾക്കാർ ഓടുള്ളൂ. വണ്ടി ആരും ബുക്ക് ചെയ്യാണ്ട് കിട്ടാണ്ടിരുന്ന് വരുമ്പോ വീണ്ടും പഴയ വടിയിലോട്ട് ആയിക്കോളൂ. ചാർജ് കൂട്ടിക്കോളൂ. ഓക്കെ, ഏതായാലും നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത ഉടനെ നമുക്ക് അടുത്ത ട്രിപ്പ് ഒലയിൽ അടിച്ചു കേട്ടോ. ഒരു 248 രൂപയാണ് കാണിച്ചത്. ഒരു 2 കിലോമീറ്റർ അപ്പുറം നിന്നാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഏതായാലും എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഒലയില് രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ. റാപ്പിഡോ യാത്രയും ഒല ആണ് ഓണാക്കിയിട്ടേക്കുന്നത്. ഇപ്പൊ ഒലയിൽ അടിച്ചോണ്ട് മറ്റേ രണ്ട് ഓഫ് ആക്കിയിട്ടേക്കാണ്. നമ്മള് എടപ്പള്ളി ഭാഗത്തോട്ടാണ് നമുക്ക് ട്രിപ്പ് അടിച്ചേക്കുന്നത് കേട്ടോ. കൂടുതലായിട്ട് വായിക്കാൻ പറ്റത്തില്ല, കാരണം ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. നമ്മള് എങ്ങോട്ടാന്ന് നോക്കുന്നില്ല, ജസ്റ്റ് എമൗണ്ട് മാത്രം ഒന്ന് നോക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് എങ്ങോട്ടാന്ന് നമ്മൾ പറയാത്ത കേട്ടോ. നമ്മള് ഇതിന്റെ ഡീറ്റെയിൽസ്, ഈ ട്രിപ്പ് കഴിഞ്ഞ ഡീറ്റെയിൽസ് പറയുമ്പോൾ നമുക്കത് എങ്ങോട്ടായിരുന്നു പറയാം. കാരണം ഈ ട്രിപ്പ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ അടുത്ത ട്രിപ്പ് കയറി അടിച്ചു കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റാണ്ട് വന്നത്. ഓക്കെ, ഇപ്പൊ ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു, ആളവിടെ വെയിറ്റിംഗിലാണ്, നമ്മൾ എത്തുവാന്ന് പറഞ്ഞു. ഓക്കെ, നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് ഒബ്രാമോളിന്റെ അവിടെയാണ് ആ ഡ്രോപ്പ്. ഒബ്രാമോളിലേക്കായിരുന്നു. ഒരു 6 കിലോമീറ്റർ തികച്ചില്ല കേട്ടോ. പക്ഷെ നമ്മളെ കാണിച്ചത് 250 രൂപ, 248 രൂപയാണ് ക്യാഷ് ഇത് കാണിച്ചത്. എത്രയാണെന്ന് നമുക്ക് അറിയില്ല, നമുക്ക് കാണാൻ പറ്റിയില്ല. അവിടെ എത്തുന്നതിന് മുന്നേ നമുക്ക് അടുത്ത ട്രിപ്പ് ഒലയിൽ അടിച്ചുകൊണ്ട് നമ്മളത് എടുത്തു. അതുകൊണ്ട് നമുക്ക് ബില്ല് കാണാൻ പറ്റിയില്ല. അപ്പൊ ഇതും 260 രൂപയാണ് കാണിച്ചേക്കുന്നത്. ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് അഥവാ ട്രിപ്പ് വന്നില്ലെങ്കിൽ രണ്ടിന്റെ ഡീറ്റെയിൽസ് കാണിക്കാം കേട്ടോ. അപ്പൊ നമ്മള് 2 ട്രിപ്പിന്റെ ഇത് കാണിക്കാൻ പറ്റിയില്ല. മൂന്നാമത്തെ ട്രിപ്പും കണ്ടിന്യൂ ആയിട്ട് കയറി അടിച്ചു. അപ്പൊ നമ്മളെ അറ്റൻഡ് ചെയ്ത് നമ്മളത് എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ചെമ്പൂക്കിന്നാണ് നമുക്ക് പിക്കപ്പ്. എളമക്കരയാണ് കേട്ടോ വന്നേക്കുന്നത്. ഓക്കെ, നമുക്ക് അപ്പൊ ഏതായാലും ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ആ ട്രിപ്പ് നമുക്കപ്പൊ കംപ്ലീറ്റ് ചെയ്യട്ടോ. റെനി മെഡിസിറ്റിയിലോട്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഒലയിൽ രണ്ടാമത്തെ ട്രിപ്പിന്റെ ഫെയർ ആണ് ഈ കാണുന്നത്. 4.6 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് 247 രൂപ ലഭിച്ചു. അപ്പൊ തന്നെ എത്ര രൂപയുടെ വ്യത്യാസം എന്ന് നോക്കണം. യൂബറുമായിട്ട് എത്ര രൂപയുടെ വ്യത്യാസം എന്ന് നോക്കണം. 5 കിലോമീറ്റർ പോലും ഇല്ല, എന്നിട്ടും നമുക്ക് 247 രൂപ ലഭിച്ചു. 260 രൂപയാണ് ക്യാഷ് കളക്റ്റഡ്. 12 രൂപ GST പോയി കേട്ടോ. അപ്പൊ ആ ട്രിപ്പ് അത് അങ്ങനെ കഴിഞ്ഞു. അപ്പൊ നമുക്ക് പിന്നെ ലഭിച്ചത് ഇതാണ്, 276 രൂപയാണ് ക്യാഷ് കളക്റ്റഡ്. ഫെയർ കളക്റ്റഡ് 274 രൂപയാണ്. 4 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് 262 രൂപ ലഭിച്ചു. 262 30 രൂപ ടിപ്പ് കൊണ്ട് 11 രൂപ GST പോയി. അപ്പൊ നമുക്ക് ലഭിച്ചേക്കുന്ന മൊത്തം 262 രൂപ നമുക്ക് 4 കിലോമീറ്ററിന് ലഭിച്ചു കേട്ടോ. അപ്പൊ യൂബറിൽ വെച്ച് നോക്കുമ്പോൾ ഒലയല്ലേ ലാഭം. അപ്പൊ നമ്മളങ്ങനെ ടോട്ടലി 3 ട്രിപ്പില് 551 രൂപ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. 551 ഇതിനകത്തൊരു 149 രൂപ കുറവ് വരും. അതെങ്ങനെയാ വെച്ചാൽ നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടല്ലോ, അത് കുറച്ചിട്ടാണ് ഇവർ ആ ഫെയർ കാണിക്കുന്നത്. ടോട്ടൽ ഫെയർ ഇവിടെ കാണിക്കും കണ്ടോ. ടോട്ടൽ ഫെയർ 448 രൂപയാണ്. ഇതിനകത്ത് എവിടെയോ ഉണ്ട്, അത് നോക്കിയെടുത്താലേ അറിയാൻ പറ്റുള്ളത് എവിടെയാണ്. നമ്മളങ്ങനെ യൂസ് ചെയ്യാത്തോണ്ട്, നിവൃത്തിയില്ലാത്തോണ്ട് യൂസ് ചെയ്തതാണ്. ആണോ, ഇതൊന്നും ഓടിയിട്ടില്ല. അപ്പൊ ഏതായാലും നമുക്ക് ടോട്ടലി 551 രൂപ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട് കേട്ടോ 3 ട്രിപ്പില്. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാണ്, അടുത്ത ട്രിപ്പ് അടിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് യാത്രയും റാപ്പിഡോയും കൂടെ ഓണാക്കി ഇടാം. ഓക്കെ, യൂബറിൽ വെച്ച് നോക്കുമ്പോൾ സൂപ്പറാണ്. കാരണം 4 കിലോമീറ്റർ യൂബറിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 110 രൂപ കിട്ടുള്ളൂ. 110 രൂപയില് ഒരു 108 രൂപയല്ലേ കിട്ടുള്ളൂ. 120 രൂപ കൂട്ടിക്കോ, എന്നാലും 120 രൂപ കിട്ടുള്ളൂ. ഇത് 4 കിലോമീറ്റർ പോയാൽ നമുക്ക് 267 രൂപ ലഭിച്ചു. അപ്പൊ അതും ഇതുമായിട്ട് ലാഭത്തിന് വ്യത്യാസമുണ്ട്. അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് വരും ട്രിപ്പുകളിൽ നോക്കാം കേട്ടോ. നമ്മൾ ഏതായാലും ബാക്കി ഇതും കൂടെ ഓണാക്കി ഇടാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് അടുത്ത ട്രിപ്പ് ഒലയിൽ അടിച്ചേക്കാണ് കേട്ടാ. ഒരു ജയകൃഷ്ണനാണ് കേട്ടാ. അപ്പൊ നമുക്ക് ജയകൃഷ്ണനെ പിക്ക് ചെയ്യാം. എങ്ങോട്ടാണെന്നും അറിയത്തില്ല. ഒരു 270 രൂപ ലഭിക്കും കേട്ടോ. അതെ, എത്ര എങ്ങോട്ടാണെന്നും അറിയത്തില്ല. നമുക്ക് ഏതായാലും പോയി ആളെ പിക്ക് ചെയ്യാം. ഓക്കെ, ഒരു 1.5 കിലോമീറ്റർ ഇല്ല കേട്ടോ പിക്കപ്പ് പോയിന്റ്. ഏതായാലും നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. 270 രൂപ ഉണ്ട്. അപ്പൊ നമ്മള് ആ ട്രിപ്പും കംപ്ലീറ്റ് ആയിട്ട് ടോട്ടലി ഇപ്പം 939 രൂപയാണ്. ആ 149 രൂപ കൂടെ കൂട്ടിയാണ് കേട്ടോ 939, അല്ലെങ്കിൽ 820 ഉള്ളൂ.
ഇപ്പൊ നമ്മള് ട്രിപ്പ് കഴിഞ്ഞ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. 6.8 കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് 270 രൂപ ലഭിച്ചു കേട്ടാ. യൂബറുമായിട്ട് രാപകൽ വ്യത്യാസം. യൂബറിലാണെങ്കിൽ ഒരു 7 കിലോമീറ്റർ അല്ല, ഒരു 150 രൂപ കിട്ടുമായിരിക്കും. അതിൽ കൂടുതൽ കിട്ടുകയല്ല. ഇപ്പൊ 270 രൂപ ലഭിച്ച്. അപ്പൊ നമ്മള് വീണ്ടും നമ്മൾ ഓണാക്കിയിട്ടേക്കാണ് കേട്ടോ. റാപ്പിഡോ ഒന്നും ഓണാക്കിയിട്ടില്ല, നമ്മൾ ഇനി എത്തിയതേ ഉള്ളൂ. നമുക്ക് ഈ ഇവിടെ ഒന്ന് ഒതുക്കിയിടാം. ചിലപ്പോ ഇവിടെ ഒരു മരിപ്പുണ്ട്, ചിലപ്പോ ഇവിടുന്ന് ഒരു ട്രിപ്പ് കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒന്ന് ഒതുക്കിയിടാം. ഇവിടെ ഒതുക്കാം, ഇവിടെ ഒതുക്കിയിടാം. യെസ്, നമുക്ക് ഇവിടുന്ന് പാലച്ചോട്ടിൽ നിന്ന് റാപ്പിഡോയിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. എറണാകുളം സൈഡിലോട്ടാണെന്ന് തോന്നുന്നു. ഒരു 11 കിലോമീറ്ററിന്റെ ആണ്. 11 കിലോമീറ്ററിന്റെ ആണ്. 248 രൂപയാണ് ക്യാഷ് ഫെയർ കാണിച്ചേക്കുന്നത് കേട്ടാ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒലയില് ഒരു ട്രിപ്പ് കൂടെ അടിച്ചായിരുന്നു, പക്ഷെ എങ്കിൽ അത് കിട്ടിയില്ല. ഒരു 270 രൂപ ട്രിപ്പാണ്, അത് കിട്ടിയില്ല. നമ്മളെ അടുത്ത ട്രിപ്പ് നമുക്ക് റാപ്പിഡോയിൽ അടിച്ചു. നമ്മളത് എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 800 മീറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിത് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കാക്കനാടാണ് കേട്ടോ. കാക്കനാട് ഇൻഫോ പാർക്കിലേക്കുള്ള വഴിയുടെ അവിടെയാണ്. നമുക്ക് ലാസ്റ്റ് ട്രിപ്പ് കിട്ടിയത് പാലച്ചോട്ടിൽ നിന്ന് മെഡിക്കൽ ട്രസ്റ്റിലോട്ടായിരുന്നു. നമുക്ക് അവിടെ റാപ്പിഡോയിലാണ് നമുക്ക് മെഡിക്കൽ ട്രസ്റ്റ് കിട്ടിയത്. അവിടെ ആളെ ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അവിടുന്ന് പനമ്പള്ളി നഗറിൽ നിന്ന് ഒരു ഒലയിലൊരു ട്രിപ്പ് വന്നു. നമ്മൾ എടുക്കാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവർക്ക് എന്തോ അത്യാവശ്യമാണ്. അപ്പൊ 2-3 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അവര് വണ്ടി ലേറ്റ് ആവും, അതുകൊണ്ട് ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്ത് പോയി. ഏതായാലും നമുക്ക് പനമ്പള്ളി നിന്ന് അപ്പൊ തന്നെ നമുക്ക് റാപ്പിഡോയിൽ ഒരു ട്രിപ്പ് കാക്കനാട് കളക്ട്രേറ്റിന്റെ അവിടെ ട്രിപ്പ് അടിച്ച് നമ്മൾ ആ ട്രിപ്പുമായിട്ട് ഇപ്പൊ കാക്കനാട് വന്നേക്കാണ്. ഇപ്പൊ അവിടെ ആളെ ഇറക്കി. ഇവിടെ നല്ല പൊരിഞ്ഞ മഴയാണ് കേട്ടാ, ഒരു രക്ഷയില്ല. നമ്മള് ഇവിടുന്ന് ചോറും കഴിച്ചേട്ടാ. ഊണ് കഴിച്ച് വണ്ടി കയറിയ പാടെ ഭയങ്കര മഴയായി. ഇപ്പൊ നമ്മൾ ഓണാക്കിയിട്ടില്ല. അപ്പൊ കേസ് നമുക്ക് ഇൻഫോ പാർക്കിന്റെ അവിടുന്ന് വൈറ്റില ഹബിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒലയിലാണ്. അപ്പൊ നമ്മളത് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടാ. വൈറ്റില ഹബിലേക്കാണ്. ഒരു 3 കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ് പോയിന്റ്. എന്ത് വന്നാലും കുഴപ്പമില്ല, പോയേക്കാം. വെറുതെ ഇവിടെ കിടന്നിട്ട് കാര്യമില്ല. ഒന്നാമത്തെ യൂബർ പിണങ്ങി നിൽക്കുക, റേറ്റ് തരാത്തോണ്ട് നമ്മൾ യൂബറിനെ മാറ്റി നിർത്തിയേക്കുക. അപ്പൊ ബാക്കിയൊക്കെ നമ്മള് ചാടി എടുത്തില്ല. ഇത്ര കിലോമീറ്റർ കൂടുതലാണേലും നമ്മൾ പോയി എടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. കാരണം പേയ്മെന്റുകൾ അടക്കണമല്ലോ. ഉള്ള ആപ്പൊക്കെ വെച്ച് നമുക്ക് നമ്മളെ ടാർഗറ്റ് വൈകുന്നേരത്തേക്ക് തേക്കണ്ടേ. അപ്പൊ നമ്മൾ അതുകൊണ്ട് പോയി എടുക്കാൻ തന്നെ തീരുമാനിച്ചു കേട്ടാ. അപ്പൊ നമ്മളിപ്പോ വൈറ്റില ഹബിൽ വന്നേക്കാണ് കേട്ടോ. വൈറ്റില മെട്രോ സ്റ്റേഷന്റെ അവിടെയാണ്. മെട്രോയും വാട്ടർ മെട്രോ എല്ലാം കൂടെ കൂടുന്നതിന്റെ സ്ഥലത്താണ്. അപ്പൊ നമ്മളവിടെ ഇറക്കി നമ്മള് CNG പമ്പ് തൊട്ടടുത്താണ്ട് കയറി ഒരു 400 രൂപയ്ക്ക് CNG ഒക്കെ അടിച്ചു. അപ്പൊ നമ്മള് വീണ്ടും റാപ്പിഡോയും യാത്രയും ഒലയൊക്കെ ഓണാക്കിയിട്ടേക്കാണ് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് ഒലയിലായിരുന്നു ട്രിപ്പ്. അങ്ങനെ ഇപ്പൊ ഒലയില് മൊത്തം 5 ട്രിപ്പ് എടുത്തു കേട്ടാ. ഒലയിൽ 5 ട്രിപ്പ് എടുത്തു. ഒലയിൽ ഏൺ ചെയ്തേക്കുന്നത് അതെവിടെയാണ്, ഒലയിൽ ഏൺ ചെയ്തേക്കുന്നത് കാണിക്കാൻ പറ്റുന്നില്ല. $1125 കേട്ടാ. 1125 ഈ 149 രൂപ പോയിട്ടുള്ള എമൗണ്ട് ആണ് ഈ കൊടുത്തേക്കുന്നത് കേട്ടാ. 5 ട്രിപ്പില് 1006 രൂപ. ഓക്കെ, നമ്മളിപ്പോ വെയിറ്റ് ചെയ്യാണ്. വീണ്ടും റാപ്പിഡോയും കേരള സഫാരിയും ഒലയും ഓണാക്കിയിട്ടേക്കാണ്. ട്രിപ്പ് അടിക്കും. അപ്പൊ നമ്മള് ഒലയിലാണ് ഇങ്ങോട്ട് വന്നത് കേട്ടാ. അപ്പൊ നമുക്ക് ഏതായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. എന്നാണേലും ട്രിപ്പ് അടിക്കാതിരിക്കുകയല്ല, ഏതെങ്കിലും ഒരെണ്ണത്തിൽ വീഴാതിരിക്കുകയല്ല. ഓക്കെ, നോക്കാം.
നമുക്കിവിടെ ലേമറയുടെ ഒരു ഫോട്ടോ അടിച്ചേക്കാണ് കേട്ടോ. ഒലയിലാണ് കേട്ടാ ഫോട്ടോ അടിച്ചേക്കുന്നത്. എത്ര ഉണ്ടെന്നറിയത്തില്ല. ഒരു ഫോട്ടോ വെച്ചെന്ന് പറഞ്ഞാൽ കേട്ടോ, പ്രോപ്പർ ഫോട്ടോ വെച്ചല്ല. ഈ തോക്കുംപടി അപ്പുറത്താന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അത്ര റേറ്റ് വേണ്ടി 220 എങ്ങാണ്ടാ കാണിച്ചാട്ടാ. ഏതായാലും നമ്മൾ എടുത്തിട്ടുണ്ട്, നമ്മൾ എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടാ. ഓക്കെ, ഒരു എന്നാ മാളവിക ഒരു മാളവികയാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് മാളവികനെ പിക്ക് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഒരു ഹിന്ദിക്കാരത്തിയാണ് പുള്ളിക്കാരത്തി പറയുന്നത്, എനിക്കും മനസ്സിലാകുന്നില്ല, ഞാൻ പറയുന്നത് പുള്ളിക്കാരത്തേക്കും മനസ്സിലാകുന്നില്ല. അവസാനം അവിടെ ലോബിയിലുള്ള ആരാണ്ടൊക്കെ കൊടുത്ത് കാര്യങ്ങൾ ഡീൽ ചെയ്തു. അപ്പൊ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മളുള്ള ഫോട്ടോ വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ ആ ഒലയില് നമുക്ക് അവിടെ നിന്ന് അടിച്ച ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ടോട്ടല് 6 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. 1227 രൂപ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഇത് ഫെയർ. ശരിക്കും 12 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 220 രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ. 11 രൂപ ക്യാഷ് കളക്റ്റഡ് പോയി, GST പോയി. ടോട്ടൽ ക്യാഷ് 232 ആയിരുന്നു. ഇതും യൂബറൊക്കെ പോലൊക്കെ തന്നെ, രാവിലെ മാത്രമേ ആ റേറ്റ് വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടെല്ലാം ഇപ്പൊ ഒരു വില്ലിംഗ്ടൺ ഐലൻഡ് അടിച്ചു 8 കിലോമീറ്റർ. 8 കിലോമീറ്ററിന് 178 രൂപ 8 കിലോമീറ്ററിന്. യൂബറിൽ 190 150 മുകളിൽ കിട്ടിയാണ് യൂബറിനാണ്. എല്ലാം കണക്കാ. ഈ എല്ലാരും ഒരമ്മ മറ്റേ മക്കളാണല്ലോ. ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ല. അപ്പൊ ഡ്രൈവറെ എങ്ങനെ പറ്റിക്കാന്നും പറഞ്ഞ അവര് കിടക്കുന്നത്. ഏതായാലും നമ്മളിവിടെ ഓണാക്കിയിട്ടിട്ടുണ്ട്, റേറ്റ് നോക്കി എടുക്കുന്നുള്ളു കേട്ടോ. അപ്പൊ നമ്മള് മട്ടാഞ്ചേരി തന്നെ കേട്ടോ. നമ്മളവിടെ പോസ്റ്റാക്കി കൊന്നു. നമുക്ക് ഇവിടുന്ന് ട്രിപ്പൊന്നും ലഭിച്ചില്ല. ഇതിനിടയ്ക്ക് 2-3 ട്രിപ്പ് വന്നു. എല്ലാം ഈ 130, 150 എല്ലാം ഓലയും കണക്കാണ്. തീരെ റേറ്റ് ഇല്ല ഓലയ്ക്ക്. രാവിലെ പിന്നെ ആ പീ ടൈം ആയതുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ അത്ര റേറ്റ് ഒക്കെ തന്നെ. നമ്മളെല്ലാം ഓണാക്കിയിട്ടൊക്കെയാണ്. ഇപ്പൊ നമ്മള് ഇത്ര നേരമായിട്ട് ട്രിപ്പ് വരാത്തോണ്ട് ഇവിടുന്ന് ഒന്ന് ചാടി പോണല്ലോ. ഇവിടെ കുറെ നേരമായിട്ട് യൂബറും പോട്ടെ ഒല അടിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഒന്നും അടിക്കുന്നില്ല. റാപ്പിഡോയിലൊന്നും വന്നില്ല, യാത്രയിലും ഒന്നും അടിച്ചില്ല. അപ്പൊ നമുക്കൊരു 10 മിനിറ്റ് കൂടെ നോക്കാം. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പതുക്കെ യൂബർ ഓണാക്കിയിടാം. അപ്പൊ ഇവിടുന്ന് യൂബർ എടുത്തോണ്ട് പോകാം. ഓക്കെ, അങ്ങനെ ഇവിടെ ഒരു 2-2.5 മണിക്കൂറത്തെ പോസ്റ്റിന് ശേഷം നമുക്ക് ഒലയിലൊരു ട്രിപ്പ് ലഭിച്ചേക്കാണ്. സൗത്തിലേക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ ട്രിപ്പ് എടുക്കാൻ പോകാം. ഒരു 2 കിലോമീറ്റർ ബാക്കിലേക്ക് പോകണം. നമ്മളിപ്പോ വെളി ഗ്രൗണ്ടിന്റെ അവിടെയാണ്, പരേഡ് ഗ്രൗണ്ടിന്റെ അവിടെ. ഓക്കെ, 2 കിലോമീറ്റർ പുറകോട്ട് പോവാം. ഓക്കെ, നമ്മള് ഫോർട്ട് കൊച്ചിന്ന് ആളെ എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടാ. ഫോർട്ട് കൊച്ചി തെരുവീതികൾ. ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത സൗത്തിൽ എത്തുമ്പോഴത്തേക്ക് 4:30 ആവും, 4-4:45 ആവും. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യേണ്ട ടൈം ആവും. അങ്ങനെ നമ്മള് അവന്യൂ റീജന്റിലോട്ടായിരുന്നു കേട്ടോ. സൗത്ത് അവന്യൂ റീജന്റിനോട്ടായിരുന്നു. ഒരു ഹോട്ടലാണ്, ആ ഹോട്ടലത്തേക്കായിരുന്നു ആ ട്രിപ്പ്. അവിടെ ആളെ ഡ്രോപ്പ് ചെയ്തു. നമ്മൾ അവിടുന്ന് പതുക്കെ മരടിലോട്ട് പിടിച്ചു കേട്ടാ. ഇപ്പൊ സമയം 4:45, 4:50. ഇനിയിപ്പോ ബ്ലോക്കിന്റെ ടൈമായി. ഈ സമയത്ത് ഇനി ഓടിയാൽ ഒന്നും കിട്ടുകയില്ല, വെറുതെ ബ്ലോക്കിൽ കിടന്ന് സമയം കളയാന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മള് വണ്ടി പതുക്കെ ഒതുക്കുകയാണ്. അപ്പൊ 7:30 ആകുമ്പോ വീണ്ടും ഒന്നുകൂടെ ഇറങ്ങാം കേട്ടാ. നൈറ്റ് 7:30 ആകുമ്പോ വീണ്ടും ഇറങ്ങാം.
സമയം 8:10 കേട്ടാ. നമ്മള് 7:45 ഓൺലൈൻ വന്നാണ്. നമുക്ക് ഇപ്പോഴാണല്ലോ ട്രിപ്പ് അടിച്ചു കേട്ടാ. യൂബറിൽ ഒരു എടപ്പള്ളി അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ്, ഒരു 550 മീറ്റർ ഉണ്ട്. അപ്പൊ നമുക്കത് പോയി പിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് പുക്കാട്ടുപടിയിലാണ് കേട്ടോ. നമുക്ക് മരടിന്ന് യൂബറിൽ ട്രിപ്പ് കിട്ടിയത് എടപ്പള്ളി പള്ളിയിലോട്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ ചെല്ലുന്നതിന് പിന്നെ ഞാൻ യൂബറിന്റെ നെറ്റ് ഓഫ് ആക്കിയായിരുന്നു. നെറ്റ് ഓഫ് ആക്കിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നെറ്റ് ഓൺ ആക്കിയിട്ട് പൈസ മേടിച്ച. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ നിന്ന് അടുത്ത ട്രിപ്പ് കയറി അടിക്കും. ഈ ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ കയറി അടിക്കുന്നത്, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നെറ്റ് ഓഫ് ആക്കി കളഞ്ഞു. എന്നിട്ട് അവിടെ ചെന്നിട്ട് പൈസ മേടിക്കാൻ വേണ്ടി നെറ്റ് ഓൺ ആക്കിയിട്ട് ക്യാഷ് മേടിച്ചു. എന്നിട്ട് യൂബർ ഓഫ് ആക്കി. എന്നിട്ട് നമ്മൾ ഒലയും റാപ്പിഡോ ഓൺ ആക്കി. അപ്പൊ തന്നെ നമ്മൾ അടുത്ത ട്രിപ്പ് അടിച്ചു കേട്ടോ. നമുക്ക് പുക്കാട്ടുപടിക്കായിരുന്നു ആ ട്രിപ്പ്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് പുക്കാട്ടുപടിയിലാണ്. ഇതാണ് ആ ട്രിപ്പിന്റെ ഫെയർ ആണ്. ഇതാണ് നമുക്ക് കിട്ടിയത്. 14 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 302 രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ. പഴങ്ങനാട് എന്നും പറഞ്ഞാൽ വന്നത്, പക്ഷെ ഇവിടെയാണ്, പിന്നെ പുക്കാട്ടുപടിയാണ്. ഏതായാലും നമ്മൾ അങ്ങനെ ഇന്നിപ്പോ റാപ്പിഡോയിൽ 3 ട്രിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് യൂബറും ഒലയും റാപ്പിഡോയും കൂടെ ഓൺ ആക്കിയിട്ടേക്കാണ് കേട്ടോ. ഇനി ഇതിൽ ഏതെങ്കിലും അടിച്ചിട്ടാണ് ഇവിടുന്ന് സിറ്റിയിലോട്ട് കിടക്കാൻ. അപ്പൊ നമ്മളിവിടെ വെയിറ്റിങ്ങിലാണ്. ട്രിപ്പ് അടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ. ഓക്കെ, ട്രിപ്പ് അടിക്കട്ടെ കേട്ടോ. നമുക്ക് പുക്കാട്ടുപടിയിൽ ട്രിപ്പ് ഒന്നും ലഭിച്ചില്ല കേട്ടോ. നമ്മളവിടെ വെറുതെ അവിടെ പോയി ഒരു അരമണിക്കൂറോളം അവിടെ കടന്നു. അവിടെ നിന്ന് കിട്ടാത്തോണ്ട് നമ്മൾ പതുക്കെ കങ്ങരപ്പടിക്ക് പോരുക കേട്ടോ. കങ്ങരപ്പടി ചെന്ന് നോക്കാം, അവിടുന്ന് വല്ലതും കിട്ടുമെന്ന് അറിയാം. ഇപ്പൊ ഈ സമയത്ത് ഇച്ചിരി ഉള്ളേരിയ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ട്രിപ്പ് അടിക്കാതെ. നമുക്ക് കങ്ങരപ്പടി ചെന്നിട്ട് ഒരു 10 മിനിറ്റ് നോക്കാം. അവിടുന്ന് കാക്കനാട്ടേക്ക് എടപ്പള്ളിക്ക് എങ്ങാനും കിട്ടുവാണെങ്കിൽ രക്ഷയായിരുന്നു. നമ്മളെല്ലാ സാധനവും നമ്മൾ ഓണാക്കി കിട്ടും. യൂബറും ഒലയും റാപ്പിഡോ ഒക്കെ ഓണാക്കി കിട്ടും. പക്ഷെ ഒലയിലൊക്കെ ഇവിടുന്ന് ട്രിപ്പ് അടിക്കുന്നത് വളരെ വിരളമായിട്ടാണ്. കാരണം ഇതുവരെ എനിക്ക് അങ്ങനെ ഇവിടുന്ന് ഒലയിൽ അടിച്ച് കിട്ടിയിട്ടില്ല. റാപ്പിഡോയിൽ അടിച്ചു കിട്ടിയിട്ടുണ്ട്, യൂബറും അടിച്ചു കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളിന്ന് യൂബർ അങ്ങനെ ഓടാത്തോണ്ട് യൂബറുകാർക്ക് നമ്മളോടൊരു വിദ്വേഷം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം യൂബർ ഓണാക്കിയിട്ടിട്ട് അവർക്ക് ട്രിപ്പൊന്നും അടിച്ചില്ല. അല്ലെങ്കിൽ ഇവിടെ ഒക്കെ വരുമ്പോ ട്രിപ്പ് അടിക്കേണ്ടതാണ്. ഇന്ന് നമ്മളങ്ങനെ നമ്മുടെ 14 മണിക്കൂർ നമ്മൾ ആകെ അധികം സമയം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഒരു 1/4 മണിക്കൂർ യൂസ് ചെയ്തിട്ടുണ്ടാവും. യൂബറിൽ എത്ര സമയം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ കേട്ടാ. അതിലറിയാൻ പറ്റത്തില്ല, കാരണം ഇന്ന് യൂബർ ഫുള്ള് ഓഫ്ലൈൻ ആണല്ലോ. അപ്പൊ സമയം നമുക്കിനി 13 മണിക്കൂറും 15 മിനിറ്റും ഉണ്ട്. അപ്പൊ നമ്മൾ രാവിലെ 2 ട്രിപ്പ് എടുത്തായിരുന്നു. അപ്പൊ അതിനകത്ത് വന്നായിരുന്നു. പക്ഷെ അത് 6 മണിക്കൂർ തുടർച്ചയായിട്ട് നമ്മൾ ഓഫ്ലൈനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് പിറ്റേ ദിവസത്തേക്ക് ഫ്രഷ് ഡേ ആയിട്ടാണ് അത് ഓപ്പൺ ആവുള്ളൂ. അതുകൊണ്ടാണ് 14 മണിക്കൂർ വീണ്ടും കാണിച്ചത്. ഓക്കെ, അപ്പൊ വീണ്ടും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയിട്ട് നമുക്ക് യൂബറിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഇവിടെ റെക്കമെൻഡഡ് ഫോർ യു എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട്. പക്ഷെ ട്രിപ്പ് ആരും ബുക്ക് ചെയ്യാത്തോണ്ടാണ് തോന്നുന്നു കേട്ടോ ട്രിപ്പ് വരാത്തത്. തന്നെയുമല്ല, നമ്മള് യൂബറിലല്ലല്ലോ ഇങ്ങോട്ട് വന്നത്. യൂബറിലാണ് വന്നിരുന്നെങ്കിൽ നമുക്ക് പ്രയോറിറ്റി കിട്ടുള്ളൂ. നമ്മള് റാപ്പിഡോയിൽ വന്നതുകൊണ്ടാണ്. റാപ്പിഡോ ഇവിടുന്ന് ആര് ബുക്ക് ചെയ്താൽ കിട്ടും. ഓക്കെ, ഏതായാലും പതുക്കെ നമ്മള് കങ്ങരപ്പടിക്ക് പോവാണ് കേട്ടോ. ട്രിപ്പ് അടിച്ചാൽ എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ നിന്ന് പുക്കാട്ടുപടി ട്രിപ്പൊന്നും കിട്ടിയില്ല. നമ്മൾ അവിടെ നിന്ന് കാലിക്ക് പോകുന്നു കേട്ടോ. നമ്മളിപ്പോ വീട്ടിലെത്തി. അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ നമ്മൾ ടോട്ടലി ഏൺ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒലയിലൊരു 1438, റാപ്പിഡോയിൽ 820, യൂബറിൽ 667, ടോട്ടലി 2925 രൂപ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ ബൈ.